Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാരും വായിച്ചൊക്കെ നോക്കിയില്ലേ കഴിഞ്ഞ ക്ലാസ്സിലത്തെ? എവിടം വരെയാ നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഓർമ്മയുണ്ടോ? അത് ഫുള്ള് പറഞ്ഞിരുന്നോ? ഫങ്ഷൻസ് ഓഫ് ഒപിഡി ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് നോട്ട് ചെയ്യാൻ തരാട്ടോ. ഈ ഓരോ എക്യുപ്മെന്റ്സിന്റെ എന്റെ നോട്ട് എന്റെ കയ്യിൽ നിന്ന് മിസ്സിംഗ് ആണ്. ഏതിനകത്താണ് ഏതെന്ന് ഒരു ഇതില്ല. കൊണ്ടുവരാട്ടോ, ഞാൻ പേടിക്കണ്ട. നിങ്ങൾക്ക് ഞാൻ തന്നോളാം ഈ ചാപ്റ്റർ തീരുന്നതിന് മുമ്പ് കേട്ടാ. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ എന്താണ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ഒക്കെ? ഒന്ന് പറഞ്ഞേ, പേരുകൾ ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇനി തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് എന്തൊക്കെയാ? ഓക്കെ, ഇനി മോണിറ്ററിംഗ് എക്യുപ്മെന്റ് ആണെങ്കിലോ? പൾസ് ഓക്സിമീറ്റർ, കാർഡിയാക് മോണിറ്റർ, ഇസിജി മെഷീൻ. ഓക്കെ, ഇനി ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാ? ഇൻസ്ട്രുമെന്റ് സ്റ്റോറേജ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫ്ലോ പാറ്റേൺ? എങ്ങനെയാണ് ഒപിഡിയിലെ? ഒന്ന് പറഞ്ഞേ ഫ്ലോ പാറ്റേൺ. എൻക്വയറി, രജിസ്ട്രേഷൻ, വെയിറ്റിംഗ് ഹാൾ, കൺസൾട്ടേഷൻ റൂം, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റി, ഫാർമസി. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്ത് ഫ്ലോ ആണ് ഒപിഡിയിലുള്ളത്? ഒരു ഫ്ലോയിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ? ഏത് ഫ്ലോയാ? എന്ത് ഫ്ലോ ആയിരിക്കണം ഒപിഡിക്ക് ഉണ്ടായിരിക്കേണ്ടേ? യൂണി ഡയറക്ഷൻ ഫ്ലോ അല്ലേ? പിന്നെ ഒരു എന്താ പറയാ 6 കാര്യങ്ങൾ പറഞ്ഞല്ലേ? എന്തൊക്കെയാണ് ഒപിഡി നൽകുന്ന സർവീസുകൾ? 6 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. ഓക്കെ, പിന്നെ ഏരിയ ഓഫ് ഒപിഡിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ അത്? ഏരിയ ഓഫ് ഒപിഡി, ക്ലിനിക്കൽ ഏരിയ. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഒപിഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇനി അടുത്തത് പറയാൻ പോകുന്നത് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് പ്രതിരോധ ആരോഗ്യ നടപടികൾ ഒരു ഒപിഡി സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഒപിഡി സ്വീകരിക്കുന്ന ആരോഗ്യ അല്ലെങ്കിൽ പ്രതിരോധ ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ആദ്യം പറയുന്നത് വെൽ ബേബി ക്ലിനിക്സ് ആണ്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബേബി ക്ലിനിക്കുകളൊക്കെ എവിടെ ഉണ്ടാകും? ഈ ഒരു ഒപിഡിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. രണ്ടാമത്തത് ANC, മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര. അതായത് ANC അല്ലെങ്കിൽ മാരേജ് കൗൺസിലിംഗ് പോലുള്ള, അല്ലെങ്കിൽ എന്താ പറയാ പ്ലാൻഡ്, അതായത് എന്താ പറയാ, അതായത് നമ്മളിപ്പോ പ്രീ പ്ലാൻഡ് ആയിട്ട് ഇപ്പൊ എന്താണ് പ്രഗ്നൻസി ആ ഒരു പീരീഡിന് മുമ്പായിട്ട് എന്താണ് പ്ലാൻ ചെയ്യും അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഡോക്ടറുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് കേട്ടോ. മാരേജ് കൗൺസിലിംഗ് ആയാലും പ്ലാൻഡ് പാരന്റ്ഹുഡ് ആയാലും ANC ആയാലും ഒക്കെ എന്ത് തന്നെയാണ് ഈ ഒരു പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ഇത് ഒപിഡിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. മൂന്നാമത്തത് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ എന്താണ് സ്കൂളുകളിലേക്ക് എന്ത് ചെയ്യും? ഡോക്ടർമാരും നഴ്സുമാരൊക്കെ വരും അല്ലെ, കുട്ടികളെ കൺസൾട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ചില കണ്ണൊക്കെ പരിശോധിക്കാനായിട്ട് വരുന്നുണ്ടല്ലോ. കുട്ടികളുടെ കണ്ണൊക്കെ പരിശോധിക്കാനായിട്ടൊക്കെ വരില്ലേ? ഡോക്ടേഴ്സ് ഒക്കെ വരില്ലേ? കണ്ണ് ഡോക്ടർമാര് വരും. പിന്നെ ചെവി പരിശോധിക്കാനായിട്ട് വരും. ഇതൊക്കെ എന്താണ് ഈ ഒരു സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കിന്റെ ഭാഗമായിട്ട്
നൽകുന്നതാണ്. അതായത് ഒരു ഹോസ്പിറ്റലിലെ OPDയുടെ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. എന്താണ്, സ്കൂളുകളിലേക്ക് എന്താണ് ഡോക്ടർമാരെയൊക്കെ അയക്കുക, കുട്ടികളെ പരിശോധിക്കുക, ഇതൊക്കെ എന്താണ് ഗവൺമെന്റും ഹോസ്പിറ്റലും കൂടി എന്താണ് കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്ന ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ സ്കൂളുകളിലൊക്കെ നടത്തുന്ന ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്താണ് ഈ സ്കൂൾ ഹെൽത്ത് ക്ലിനിക് ഒക്കെ എന്താണ് ഈ ഒരു OPDയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്, അതായത് സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കുക, കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് എന്താണ് OPDയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നമുക്കറിയാം കൊറോണയും നിപ്പയൊക്കെ വന്നപ്പോഴെന്താണ് നമുക്ക് കുറെ അധികം എന്താണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യരുതാത്തതെന്നൊക്കെ മനസ്സിലായി. ഇതൊക്കെ എന്താണ് ഓരോ പോസ്റ്ററുകളിലൂടെയും അല്ലെങ്കിൽ ഓരോ ബ്രോഷറുകളിലൂടെയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ തരുന്നത് OPD ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ക്യാൻസർ, TB എക്സെട്ര. അതുപോലെ തന്നെ ഈ ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ TB പോലെയുള്ള അസുഖങ്ങളെ മുൻകൂട്ടി നേരത്തെ കണ്ടുപിടിക്കുക, അതിനുള്ള രോഗനിർണയം നടത്തുക എന്നുള്ളത് എന്താണ് OPDയുടെ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ലക്ഷണവുമായിട്ട് ആരെങ്കിലും ഒരു രോഗി ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ എന്താണ് ഡയഗ്നോസ് ചെയ്യുകയാണ് അല്ലെ. നമുക്കറിയാം നേരത്തെ തന്നെ ക്യാൻസറിനെയൊക്കെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഭേദമാക്കാൻ സാധിക്കും. അതിന്റെ 2ഉം 3ഉം സ്റ്റേജുകളിലൊക്കെയാണ് രോഗം കണ്ടുപിടിക്കപ്പെടുന്നതെങ്കിലാണ് ആ രോഗി റിക്കവർ ചെയ്തു വരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. മാത്രമല്ല എന്താണ് ഇയർലി ഡയഗ്നോസിസിലാണ് വളരെ, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഈ രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ അത് ക്യാൻസർ പോലുള്ള രോഗമായാലും TB പോലുള്ള രോഗമായാലും എന്ത് തന്നെയായാലും എന്താണ് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കി കളയുന്നു. അപ്പൊ അതൊരു OPDയുടെ ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ, പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ഇനി ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്, റിഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ്. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്, അതായത് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസത്തെ കുറിച്ചും നമുക്കുള്ള പോഷകാഹാരത്തെ കുറിച്ചിട്ടുള്ള അഡ്വൈസ്, നമ്മൾ അതായത് നമ്മുടെ കഴിക്കുന്ന നമ്മുടെ ഡയറ്റ് എങ്ങനെയുള്ളതായിരിക്കണം, ന്യൂട്രീഷൻ ആണോ, അങ്ങനെയുള്ള അഡ്വൈസ് തരുന്നു. പിന്നെ എന്താണ് റിഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്റ്റ്. അതുപോലെ തന്നെ ഡിസബിലിറ്റീസ് ഉള്ളവർക്കും, അതായത് വൈകല്യങ്ങൾ ഉള്ളവർക്കും, അതുപോലെ തന്നെ ഹാൻഡിക്യാപ്റ്റ് അതായത് വൈകല്യമുള്ളവരായാലും അതുപോലെ തന്നെ ഡിസബിലിറ്റീസ് ഉള്ളവരായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസം, റിഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്, OPDയുടെ പ്രവർത്തനത്തിൽ വരുന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വെൽ ബേബി ക്ലിനിക്സ് ഉണ്ട്, ANC, മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പാരന്റ്ഹുഡ് ഉണ്ട്, സ്കൂൾ ഹെൽത്ത് ക്ലിനിക് ഉണ്ട്, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, early diagnosis and detection of chronic disease like cancer, TB, etc. Health education and nutritional advice, rehabilitation and prevention of disabilities and handicap. Okay, ഒന്ന് വായിച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് OPD ആണ് കേട്ടോ. 2 types of OPD സർവീസ് ആണ് നമുക്ക് ഹോസ്പിറ്റലുകളിൽ ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ OPD സർവീസിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്, അവിടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ്. All services are provided in a concise area which include all diagnostic and therapeutic facilities are being provided in same place. Okay. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ എല്ലാ വിധത്തിലുള്ള രോഗനിർണയം അതുപോലെ തന്നെ ചികിത്സാ സംബന്ധമായിട്ടുള്ള സർവീസുകൾ ഇതൊക്കെ കൊടുക്കുന്ന ഏരിയയാണ് എന്ത് ഈ ഒരു സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ. ഒരൊറ്റ സ്ഥലത്ത് ചെന്നാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള സർവീസുകളും കിട്ടും. ഓക്കെ, ഇനി അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. രണ്ടാമത്തത് ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് എക്സ്പ്ലനേഷൻ തരാം. രണ്ടാമത്തേത് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. സർവീസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതെന്ന് പറഞ്ഞാല് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാല്
സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് സർവീസ് തരുന്നത് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു വലിയൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ നേരെ എന്താണ് എൻട്രി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വലിയൊരു എന്താ പറയാ ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് അല്ലെങ്കിൽ ഒരു OPD നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് കുറെ സ്റ്റാഫുകൾ നമ്മുടെ റിസപ്ഷൻ ഏരിയയുടെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അവിടെ നമുക്ക് എന്താണ് എല്ലാ സേവനങ്ങളും നമുക്ക് കിട്ടും. ഇന്ന ഡോക്ടർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് അറിയാൻ പറ്റും, ഇന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, ഡയഗ്നോസിസ് അല്ലെങ്കിൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അങ്ങനെ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും എന്താണ് ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരൊറ്റ ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടും. നമുക്ക് എവിടെയാണോ പോകേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പറഞ്ഞു തരുന്നത് ആരാണ്? ഈ നമ്മള് ആദ്യം ചെന്ന് കയറുന്ന ഏതാണോ ആ റിസപ്ഷന്റെ ഭാഗമായിട്ടുള്ളത് ഏതാണോ അതാണ് എന്ത് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചാല് നമ്മൾക്ക് അവർ പറഞ്ഞു തരും. അപ്പൊ അവര് പറഞ്ഞനുസരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ചെല്ലും. ആ ഡിപ്പാർട്ട്മെന്റ് ആണെന്ത് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു റിസപ്ഷൻ ഏരിയ, മെയിൻ ആയിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് OPD നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അവരോടാണ് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നതും അവര് പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മൾക്ക്. ഇപ്പൊ എനിക്ക് കണ്ണ് ഡോക്ടറെയാണ് കാണേണ്ടത്, അപ്പൊ അവര് പറയും എനിക്ക് എന്താണ് അതായത് ഈ ഒരു ഒഫ്താൽമോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ഫ്ലോറിലാണ്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഒഫ്താൽമോളജിസ്റ്റ് അല്ലെങ്കിൽ ഇന്ന ഡോക്ടറെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ പറയും. അതനുസരിച്ച് ഞാൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുകയാണ്. ചിലപ്പോൾ സെക്കൻഡ് ഫ്ലോറിലായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുക. അവിടെ ചെല്ലുമ്പോൾ എന്താണ് അതിന് വേണ്ടി, അതായത് ആ ഒരു ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രം ഒരു OPD പ്രവർത്തിക്കുന്നുണ്ടാവും. ആ ഒഫ്താൽമോളജി മാത്രമല്ല, എനിക്ക് ഗൈനക്കിനെയാണ് കാണേണ്ടത്. ഗൈനക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് 3rd ഫ്ലോറിലായിരിക്കും. ആ 3rd ഫ്ലോറിൽ എന്താണ് ഗൈനക്കിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രം ഒരു OPD പ്രവർത്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ഇപ്പോ പല്ലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചെവിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ENT എന്ത് തന്നെ അല്ലെങ്കിൽ ഓർത്തോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഏതൊരു ഇതുമായി ബന്ധപ്പെട്ട എന്താണ് നമുക്ക് സ്പെഷ്യലായിട്ട് എന്താണ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അതിനുവേണ്ടി മാത്രം എന്താണ് ഒരു OPD അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. ഓർത്തോ OPD ആയിരിക്കാം, അല്ലെങ്കിൽ ഒഫ്താൽമോളജി OPD ആയിരിക്കാം. അങ്ങനെ എന്താണ് പലതരത്തിലുള്ള എന്താണ് OPD പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെയാണ് പറയുന്നത് എന്താണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്നാൽ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഏരിയ ആണിത്. അവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള സർവീസുകളും കാര്യങ്ങളും കിട്ടും. പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പോകേണ്ടതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലായി അല്ലേ? ഓക്കെ. ഇനി അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് OPD പറഞ്ഞു. ഒന്ന് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്, രണ്ടാമത്തേത് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഇനി വേറെ വരുന്നത് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. നമ്മള് പേഷ്യന്റിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. പേഷ്യന്റിന് നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ OPD നമ്മൾ തിരിച്ചിട്ടുണ്ട് എന്താണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്നും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്നും നമ്മൾ തിരിച്ചിരുന്നു. എന്നാൽ നമ്മൾ പേഷ്യന്റിനെ തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജനറൽ ഔട്ട് പേഷ്യന്റ്. All patients other than emergencies who report directly to OPD. അതായത് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് എമർജൻസി ഘട്ടങ്ങളിലല്ലാതെ നേരിട്ട് OPD-യിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണെന്ത് ജനറൽ ഔട്ട് പേഷ്യന്റ്. ഇപ്പൊ നമുക്ക് സാധാരണ ഒരു ചുമയോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വരികയാണെന്ന് വിചാരിക്കുക. റെഗുലർലി നമുക്കിപ്പോ കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന പോലെ നമുക്കൊരു അസുഖം വരികയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നേരിട്ട് OPD ചെന്നിട്ട് അവിടെ നമ്മൾ ഫയൽ എടുത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവരെ പറയുന്ന പേരെന്താണ്? എന്താ അവരെ പറയുന്ന പേര്? ജനറൽ ഔട്ട് പേഷ്യന്റ്. ജനറൽ ഔട്ട് പേഷ്യന്റ് കേട്ടോ. എമർജൻസി അല്ല ഇവിടെ കേട്ടോ. സാധാരണ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ആദ്യം തന്നെ ചെന്ന് OPD-യിൽ നിന്ന് ഫയൽ എടുത്ത് ഡോക്ടർക്കാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണെന്ത് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എമർജൻസി ഔട്ട് പേഷ്യന്റ് ആണ് കേട്ടോ. A person given emergency medical care for a condition. അതായത്
ഒരു വ്യക്തിക്ക് എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണെന്ത്? എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡന്റ് ആയിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഒരു ഷോക്കേറ്റ് വരികയാണ്, അല്ലെങ്കിൽ ഒരു പോയിസണിങ് ആയിട്ട് വരികയാണെങ്കിലൊക്കെ എന്താണ് അവരൊക്കെ എന്താണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് ആയിട്ടാണ് അവിടെ വരുന്നത്. അവരെ വിളിക്കുന്ന പേരാണെന്ത്? എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. A patient referred to OPD by his practitioner for specific treatment. അതായത് ഇപ്പൊ നമ്മള് ഒരു രോഗത്തിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കണ്ടെന്ന് വിചാരിക്കാം. ഡോക്ടറെ കണ്ടു, ഇപ്പൊ ഫിസിഷ്യനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു സിംറ്റംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ പോയി കാണുന്നത്. നമ്മുടെ എന്താണ് ബോഡി അത്ര ഇതല്ല, വീക്കായിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരു അസുഖം എന്ന് പറയാനായിട്ടില്ല, പക്ഷെ നമുക്ക് മൊത്തം ഇപ്പൊ ക്ഷീണം, അല്ലെങ്കിൽ എന്താണ് കൈയും കാലൊക്കെ വേദന, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ നോർമലി എന്താണ് ഒരു ഫിസിഷ്യനെയാണ് ആദ്യം നമ്മൾ കൺസൾട്ട് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഫിസിഷ്യനെ കണ്ടു, ഫിസിഷ്യൻ എന്താണ് നമ്മളെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മളോട് പറയാണ് ഇതെന്താണ് ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റ് അല്ല നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരേണ്ടത്. കാരണം ഇങ്ങനെ എന്താ പറയാ സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ബോഡി പെയിൻ അല്ലെങ്കിൽ ക്ഷീണം അങ്ങനെയൊക്കെ ഉള്ളത് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ നോക്കിയാൽ നമ്മൾ തൈറോയിഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിരിക്കും ഡോക്ടർ നിർദ്ദേശിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടറെ കാണാനായിട്ട് ആര് പറയും? നമ്മളോട് ഫിസിഷ്യൻ നമ്മളോട് പറയും. ഓക്കെ, അങ്ങനെ എന്താണ് ഈ ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം ഈ രോഗിയെ പ്രത്യേകമായിട്ട് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അയക്കുന്നതെങ്കിൽ ആ രോഗിയെ വിളിക്കുന്ന പേരാണെന്ത്? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് കേട്ടോ. അതായത് ആ രോഗിക്ക് അറിയില്ല എന്ത് രോഗമാണ്, ആരെയാണ് കാണേണ്ടതെന്ന്. ഇങ്ങനെ ഒരു ഡോക്ടർ ഫിസിഷ്യനെ കണ്ടപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അയാൾക്ക് ചികിത്സ വേണ്ടതെന്ന്. അങ്ങനെ ഒരു ഫിസിഷ്യൻ അല്ലെ ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടർ റെഫർ ചെയ്യുകയാണെങ്കിൽ ആ രോഗിയെ വിളിക്കുന്ന പേരെന്താണ്? അത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് കേട്ടോ. അപ്പോ ജനറൽ ഔട്ട് പേഷ്യന്റ് പറഞ്ഞു, എമർജൻസി ഔട്ട് പേഷ്യന്റ് പറഞ്ഞു, റെഫേർഡ് ഔട്ട് പേഷ്യന്റ് പറഞ്ഞു. അപ്പൊ ഒന്ന് പറഞ്ഞേ നിങ്ങള് ജനറൽ ഔട്ട് പേഷ്യന്റ് ആരാ? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാള്? എമർജൻസി അല്ലാതെ ഡയറക്ട്ലി OPDക്ക് പോകുന്നു. എമർജൻസി ഔട്ട് പേഷ്യന്റ് ആണെങ്കിലോ? എമർജൻസി ആയിട്ട് പോകുന്നു. എമർജൻസി കണ്ടീഷനുള്ള പേഷ്യന്റ് ആണ് എന്താ പറയുന്നത്? എമർജൻസി ഔട്ട് പേഷ്യന്റ്. ഈ റെഫേർഡ് ഔട്ട് പേഷ്യന്റ് ആരാ? മാം അതെ, അപ്പൊക്കും വീട്ടിലാരോ വന്നു, ഒരാള് വന്നിട്ട് ഞാൻ കേട്ടില്ലായിരുന്നു. മാം അതിനോടി പറയോ? ഞാൻ കേട്ടില്ലായിരുന്നു. കേട്ടില്ല അല്ലെ? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗവുമായിട്ട് നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അവിടെ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് ആള് സ്പെസിഫൈ ചെയ്യാണ്, ആള് ഐഡന്റിഫൈ ചെയ്യാണ് നമ്മൾക്ക് ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളെ റെഫർ ചെയ്യുകയാണെങ്കിലാണ് അതിനെ പറയുന്ന പേരാണെന്ത്? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് കേട്ടോ. അങ്ങനെയുള്ള രോഗികൾ കേട്ടോ. മനസ്സിലായോ? ഇനി മാനേജീരിയൽ കൺസിഡറേഷൻ ആണ് കേട്ടോ പറയുന്നത്. അതായത് ഒരു OPD പ്രവർത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടോ. ഒരു ഹോസ്പിറ്റലില് ഒരു OPDക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് നല്ലൊരു സ്ട്രക്ചർ എങ്ങനെയാണ് ഒരു OPD നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷൻ നിങ്ങൾക്ക് അറിയാം, അതായത് ആളുകളുമായിട്ട് നല്ല രീതിയിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാവുക. ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ജനങ്ങള് അല്ലെങ്കിൽ എന്താണ് രോഗികൾ വന്ന് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അതാണ് OPDക്ക് ആദ്യമായിട്ട് വേണ്ടത് കേട്ടോ. പബ്ലിക് റിലേഷൻ, ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരുമായിട്ട് നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, പബ്ലിക് റിലേഷൻ. സെക്കൻഡ് വൺ ഈസ് വാംത് ആണ് കേട്ടോ, ഊഷ്മളത കേട്ടോ. ഊഷ്മളത എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നല്ല രീതിയിൽ അവരെ വെൽക്കം ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക OPDയിൽ കേട്ടോ. അതിപ്പോ എന്താ പറയാ അവിടെയുള്ള എന്താ പറയാ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ OPD ചെന്ന് നമുക്കറിയാലോ എങ്ങനെയുള്ള ഇതാണ് നമുക്ക് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. നല്ല രീതിയിലുള്ള ഇതായിരിക്കും ചിലപ്പോ. അതായത് നമ്മൾക്ക് ആ ഒരു ഇത് കാണുമ്പോ തന്നെ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും, നമുക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള ഒരു ടെൻഡൻസി വരും. പിന്നെ അവിടെയുള്ള ആളുകളുടെ പെരുമാറ്റം അതൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ ഒരു വാംത്തിൽ വരുന്നതാണ് കേട്ടോ.
പിന്നെ മൂന്നാമത്തത് റെസ്പെക്റ്റ് ആണ്. അവിടെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ വരുന്ന രോഗികളോട് നല്ല രീതിയിൽ എന്താ പറയാ റെസ്പെക്ട് ചെയ്യുക, അവരെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുക, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്ഷമയോട് കൂടി കേട്ടുകൊണ്ട് അത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, റെസ്പെക്ട് കേട്ടോ. ഇനി നാലാമത്തത് മിനിമം വെയിറ്റിംഗ്, അതായത് രോഗികൾ അവിടെ വരുമ്പോൾ ആളുകളെ മിനിമം ആയിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, കൂടുതൽ നേരം ഒന്നും വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഇത്ര നേരം എന്ന് മാത്രം, ഒരു കുറച്ച്, അതായത് ഒരു ടൈമിൽ കൂടുതൽ സമയം എന്ത് ചെയ്യാൻ പാടില്ല, പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ മുഷിപ്പിക്കാനായിട്ട് പാടില്ല. അതാണ് മിനിമം വെയിറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്ലീനിനെസ് അല്ലെ, അതായത് നല്ല എന്താണ് പറയാ വൃത്തി ഉണ്ടായിരിക്കണം. നമുക്കറിയാലോ ആശുപത്രി എന്ന് പറയുന്നത് ഏത് സമയം തുടച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ ഒരു ഇതല്ലേ അവിടെ നമ്മൾ കാണുന്നത്. അതായത് മിനിറ്റിന് എന്താണ് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ? എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നേ? ആരെങ്കിലും ഹൈജീൻ കീപ്പ് ചെയ്യാൻ. ഹൈജീൻ അല്ലെ, നല്ല ശുചിത്വം ഉണ്ടാവാൻ വേണ്ടിട്ട് അല്ലെ അവിടെ ഉള്ളതാണ്. കാരണം രോഗികളാണ് വരുന്നത്, അവിടെ രോഗാണുക്കളുമായിട്ടാണ് വരുന്നത്. ജേംസ് ഒക്കെ എന്താണ് എപ്പോഴും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പൊ എന്താണ് അപ്പൊ എന്ത് ചെയ്യണം, അത് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നല്ലൊരു എന്താ പറയാ ശുചിത്വം, ഹൈജീൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഫുഡ് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലൊരു അന്തരീക്ഷം, ആശുപത്രിയുടേതായിട്ടുള്ള ഒരു അന്തരീക്ഷം, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. എന്ത് ഭയങ്കര ഒച്ചപ്പാട് ലഹളക്കണമെങ്കിൽ എന്ത് ചെയ്യും, അത് ഹോസ്പിറ്റലാണെന്ന് പറയൂ? പിന്നെ അറിയോ? ഇല്ല. എപ്പോഴും ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം ഇവിടെ ഉള്ളത് ഹോസ്പിറ്റലില് വേണ്ടത് കേട്ടോ. ഇനി എന്താണ്, ക്യാൻറ്റീൻ വേണം അല്ലെ. ആളുകൾ വരുമ്പോൾ എന്താണ്, ആളുകൾക്ക് എന്താണ് ഇപ്പൊ ധാരാളം മെഡിസിൻസും ഒക്കെ ഇൻടേക്ക് ചെയ്യുമ്പോൾ, അതായത് രോഗികള് അവിടെ വരുന്നത് എന്താണ് ട്രീറ്റ്മെന്റ് ആവശ്യത്തിനൊക്കെ ആയിട്ടാണ് വരുന്നത് അല്ലെ. ഈ മെഡിസിൻസ് ഒക്കെ ധാരാളം നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് എന്തായാലും ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ എത്തണം അല്ലെ. അപ്പൊ മസ്റ്റ് ആയിട്ട് എന്ത് വേണം, ഒരു ക്യാൻറ്റീൻ അവിടെ നിർബന്ധമായിട്ടും വേണം. ഇനി പേഷ്യന്റ് ഹിയറിംഗ് എന്താ പറയാ, അതായത് പേഷ്യന്റിനെ കേൾക്കുക. ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ പബ്ലിക് റിലേഷനിലും എല്ലാത്തിലും വരുന്ന കാര്യം തന്നെയാണ്. അതായത് പേഷ്യൻസ് വരുമ്പോൾ പേഷ്യന്റിന്റെ ആവശ്യം എന്താണെന്ന് കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കണം. പേഷ്യന്റിനെ എന്താണോ പേഷ്യന്റ് പറയുന്നത് അതനുസരിച്ചിട്ട് വേണമല്ലേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ എന്ന് പറയുന്നത് നല്ലൊരു ലിസണർ ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. ഇനി വെന്റിലേഷൻ എന്താണ്, വായുസഞ്ചാരം വേണം അല്ലെ. ആശുപത്രിക്ക് എന്താണ്, അതിപ്പോ ഹോസ്പിറ്റൽ മാത്രമല്ല നമ്മുടെ വീടായാലും എന്ത് തന്നെയാണ്, വായുസഞ്ചാരം വേണം അല്ലെ, വെന്റിലേഷൻ വേണം. പക്ഷെ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് എന്താണ്, വെന്റിലേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി വാട്ടർ സപ്ലൈഡ് വേണം, വാട്ടർ സപ്ലൈ അല്ലെ. അതായത് ഏത് സമയം എന്താണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാബും കാര്യങ്ങളൊക്കെ എല്ലാരും എന്താണ് റിലേറ്റഡ് ആണ് വാട്ടറുമായിട്ട്. എപ്പോഴും വാട്ടർ വേണ്ട ഒരു സ്ഥലമാണെന്ത് ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി OPD ടൈമിങ്സ്, അതായത് OPDക്ക് എന്താണ് ഇന്ന ടൈമിംഗ് എന്ന് പറഞ്ഞൊരു ടൈമിംഗ് ഉണ്ട്. അപ്പൊ 6 hours ഒക്കെയാണ് മിനിമം OPD എന്നൊക്കെ പറയുന്നത്, OPDയിലെ ടൈമിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ടൈമിംഗ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണിത് മാനേജീരിയൽ കൺസിഡറേഷനിൽ വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യം എന്താണ് പബ്ലിക് റിലേഷൻ, രണ്ടാമത്തത് വാംത്ത് ഉണ്ട്, മൂന്നാമത്തത് റെസ്പെക്ട്, നാലാമത്തത് മിനിമം വെയിറ്റിംഗ്, അഞ്ചാമത്തത് ക്ലീൻലെസ്, ആറാമത്തത് ഗുഡ് ആംബിയൻസ്, ഏഴാമത്തത് ക്യാൻറ്റീൻ, എട്ടാമത്തത് പേഷ്യന്റ് ഹിയറിംഗ്, ഒൻപതാമത്തത് വെന്റിലേഷൻ, പത്താമത്തത് വാട്ടർ സപ്ലൈ, 11 എന്താണ് OPD ടൈമിങ്സ്. ഓക്കെ, ഇത്ര മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി അല്ലേ? ഇനി നോക്കി നിങ്ങള് OPD പ്രോസസ് ആണ് കേട്ടോ പറയുന്നേ. ശ്രദ്ധിച്ചിരിക്കുക, ഇതൊരു ഫ്ലോ ചാർട്ട് പോലെയാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എങ്ങനെയാണ് ഒരു രോഗി OPDയിൽ വരുന്നത് തിരിച്ചു പോകുന്നത്, ആ ഒരു പ്രൊസീജിയറാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ആ ഒരു പ്രോസസ്സാണ്. അപ്പൊ ഫസ്റ്റ് പേഷ്യന്റ് OPDയിൽ വരുന്നു. ആദ്യം തന്നെ എന്താണ് പേഷ്യന്റ് OPDയിൽ എത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് അറൈവിംഗ് ഓഫ് അറ്റ് OPD. പേഷ്യന്റ് എന്ത് ചെയ്യാണ്, OPDയിൽ എത്തുന്നു. അവിടുന്ന് നേരെ എങ്ങോട്ടാ പോകുന്നേ, നിങ്ങളൊന്ന് നോക്കിയത് എങ്ങോട്ടാ പോണേ? OPDയുടെ ഭാഗമായിട്ടുള്ള എങ്ങോട്ടാ പോണേ? റിസപ്ഷനിൽ ചെല്ലുകയാണ് അല്ലെ. നമ്മളായാലും എന്ത് തന്നെയാണ് OPDയിൽ ചെല്ലും, അതായത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ OPDയുടെ ആ ഒരു ഏരിയയിലേക്ക് ചെല്ലും. അവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് റിസപ്ഷനിലേക്കാണ് അല്ലെ. റിസപ്ഷനിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നേ, രജിസ്ട്രേഷൻ ചെയ്യുന്നത് അല്ലെ.
രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് തരും നമുക്ക്? ടോക്കൺ നമ്പർ തരും അല്ലെ? ഓക്കെ, ഈ ടോക്കൺ നമ്പറുമായിട്ട് നമ്മൾ എവിടെ ഇരിക്കും പോയി? വെയിറ്റിംഗ് റൂമിൽ. വെയിറ്റിംഗ് റൂമിൽ ഇരിക്കും അല്ലെ? വെയിറ്റിംഗ് റൂമിൽ ഇരുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർ നമ്മളെ അല്ലെങ്കിൽ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് നമ്മളെ വിളിക്കും. ഇന്ന നമ്പറിന് ടോക്കൺ വരാൻ പറയും. അല്ലെങ്കിൽ ഇപ്പോ അങ്ങനെ ഇല്ലാത്തവിടത്താണെങ്കിൽ ടോക്കൺ ഡിസ്പ്ലേ ചെയ്യും. ആ ടോക്കൺ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിൽ ചെല്ലും. അപ്പൊ നമ്മള് ഡോക്ടറുമായിട്ട് കൺസൾട്ടേഷൻ നടത്തും. അതിനുശേഷം എന്താ നടക്കണേ? എന്താ പിന്നെ അവിടെ നടക്കണം എന്ന് പറഞ്ഞു നോക്കിയിട്ട്. ഇൻഷുറൻസ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് മെഡിസിറ്റ് ആണോ? ആണോ? ആ ശരി, ഓക്കെ. അപ്പൊ നമ്മള് ഡോക്ടറെ കാണുന്നു, ഡോക്ടർ നമ്മുടെ കൺസൾട്ട് ചെയ്യുന്നു, നമ്മുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ഫയലിൽ എഴുതുന്നു, മെഡിസിൻസ് എഴുതുന്നു. ഓക്കെ, അപ്പൊ എന്താണ് പിന്നെ നമ്മൾ എന്താണ് ഡോക്ടറിന്റെ അതായത് ഡോക്ടർ തന്ന ആ ഒരു ഇതനുസരിച്ചിട്ട് എന്താണ്, അതായത് ആ ഒരു മെഡിസിറ്റ് അല്ലെ പ്രിസ്ക്രിപ്ഷനുമായിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഫാർമസിയിലേക്ക് പോകുന്നു അല്ലെ? ഇനി ഫാർമസിന്ന് നമ്മൾ എങ്ങോട്ട് നേരെ പോകും? ടോക്കൺ നമ്പർ. ആ, ഫാർമസിന്ന് നമുക്ക് ടോക്കൺ നമ്പർ കിട്ടും അല്ലെ? നമ്മൾ അവിടെ ബില്ലടച്ചു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ നമ്പർ കിട്ടും. ടോക്കൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മെഡിസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. മെഡിസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളെ വിളിക്കും അല്ലെ? അല്ലെങ്കിൽ എന്താണ് ടോക്കൺ നമ്പർ എവിടെ ഡിസ്പ്ലേ ചെയ്യും അല്ലെ? ഫാർമസിയിൽ. അപ്പൊ നമ്മള് ആ ടോക്കൺ നമ്പർ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മള് നമ്മുടെ ആ ഒരു ഇതുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അവിടെ മരുന്ന് അവര് എടുത്തു വെച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് അവര് മരുന്ന് തരും അല്ലെ? അങ്ങനെയല്ലേ? മരുന്ന് തരും. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മള് ഡിപ്പാർച്ചർ അല്ലെ? നമ്മൾ പുറത്തേക്ക് പോവാണല്ലേ ചെയ്യണത് അല്ലെ? ഇനി നമുക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾ നോക്കിയേ, കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ കഴിഞ്ഞിട്ട് ലെഫ്റ്റിൽ ഒരു സാധനം എഴുതിയാക്കണില്ലേ? ഇൻവെസ്റ്റിഗേഷൻ. അതെന്താ? എന്താ? കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അല്ല, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാലേ ടെസ്റ്റുകളും കാര്യങ്ങളുമാണ് കേട്ടോ. ലാബ് ടെസ്റ്റ് ആവാം, MRI ആവാം, അല്ലെങ്കിൽ എക്സ്റേ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, അതായത് രോഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന, അല്ലെങ്കിൽ എത്രത്തോളം ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന കാര്യങ്ങളാണെന്ത്? രോഗനിർണയ കാര്യങ്ങളാണെന്ത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലാണ് ഈ ഒരു പ്രൊസീജിയർ. ഇപ്പൊ നമ്മൾ പ്രൊസീജിയർ പറഞ്ഞില്ലേ? അറൈവിംഗ് അറ്റ് OPD തുടങ്ങി ഡിപ്പാർച്ചർ വരെ പറഞ്ഞത് യാതൊരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ ഒരു എക്സ്റേയോ ഒരു ബ്ലഡ് ടെസ്റ്റോ ഒരു MRIയോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു രോഗിയാണെങ്കിലാണ് എന്ത്? ഇപ്പൊ സാധാ ഒരു ചുമയോ അല്ലെങ്കിൽ സാധാ ഒരു തുമ്മലോ അല്ലെങ്കിൽ എന്താണ് തലവേദനയോ ഒക്കെ ആയിട്ട് എന്താണ് സാധാ ഒരു തലവേദനയൊക്കെ ആയിട്ട് പോകുന്ന ആളാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക? ഡോക്ടർ നമ്മളെ അവിടെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പ്രൊസീജിയർ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കാം. ഓക്കെ, ഇനി അതല്ല, നമ്മൾ ഡോക്ടറുമായിട്ട്, അതായത് ഇങ്ങനെ തന്നെയുള്ള ക്രമം തന്നെയാണ് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഇല്ലേ അവിടെ തുടങ്ങിയാണ് കേട്ടോ മാറുന്നേ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ അറൈവിംഗ് OPD അല്ലെ? OPD ചെന്നു, റിസപ്ഷനിൽ ചെല്ലുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു, അവർക്ക് നമ്മൾ ടോക്കൺ, നമുക്ക് അവര് ടോക്കൺ നമ്പർ തരുന്നു, വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കൂടുതൽ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും? ടെസ്റ്റിന് നിർദ്ദേശിക്കും അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നേ? അപ്പൊ ടെസ്റ്റിന് നിർദ്ദേശിക്കും. ടെസ്റ്റിന് നിർദ്ദേശിക്കുമ്പോ എന്താണ് നമ്മൾ നേരെ എന്താ ചെയ്യുന്നേ? നമ്മള് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ടാ പോകുന്നത് കേട്ടോ. ഇൻവെസ്റ്റിഗേഷനിലോട്ടാ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാകും. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഭയങ്കര വയറുവേദന, നടുവേദന, കാലുവേദന ഒക്കെ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ എന്താ പറയാ, ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളോട് ചോദിക്കും എന്താണ് ഇങ്ങനെ, അതായത് ഭയങ്കര അടിവയറ്റിലൊക്കെ ഭയങ്കര വേദനയ്ക്ക് വരികയാണെങ്കിൽ നമ്മളോട് ഡോക്ടർ ചോദിക്കും യൂറിൻ പാസ് ചെയ്യുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ പറയും ഉണ്ടെന്ന് പറയും. അപ്പൊ ഡോക്ടർ നമുക്ക് നേരെ മരുന്നാണ് എഴുതരുന്നേ? അല്ല, എന്ത് ചെയ്യും? യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ എഴുതും അല്ലെ?
അപ്പൊ നമ്മള് ഡോക്ടർ എന്ത് ചെയ്യും, ആ ഫയലിൽ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. നമ്മളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും ആ ഫയലില്. ഡോക്ടർ യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കുറിപ്പ് നമുക്ക് തരും. എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരാനായിട്ട് നമ്മളോട് പറയും അല്ലെ. എന്നാൽ മാത്രമേ ഡോക്ടർക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മരുന്ന് തരാനായിട്ട് സാധിക്കുള്ളൂ. അതിന് നമ്മൾ നേരെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ലാബിലോട്ട് പോവുകയാണ്. നമ്മുടെ യൂറിൻ അവിടെ കളക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം എന്താണ്, നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയാണ്. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഡോക്ടറെ കാണുവാണ് കേട്ടോ. ഡോക്ടറെ നമ്മള് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമുക്ക് ഡോക്ടർ എന്ത് ചെയ്യുന്നേ, മരുന്ന് കുറിച്ച് തരുന്നത് കേട്ടോ. പിന്നീടാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ ഇഷ്യൂവൻസ് ഓഫ് മെഡ്ചിറ്റ് വരുന്നത്. പിന്നെ നമ്മൾ ഫാർമസിയിലേക്ക് പോകുന്നു. അത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകൾ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു. നമ്മള് വീട്ടിലേക്ക് പോകും. ഇങ്ങനെയാണ് 2 പ്രൊസീജിയർ കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? രണ്ട് തരത്തിലാണ്. സാധാരണ നോർമലി ഒരു രോഗം വരുന്ന ആളാണെങ്കിൽ നമുക്ക് നേരെ ഈ ടേബിളിന്റെ ടോപ്പ് തുടങ്ങി ബോട്ടം വരെ ഒരൊറ്റ ക്രമത്തിൽ പോയാൽ മതി. ഇനി എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഭയങ്കര തലവേദനയാണ്, അതായത് കുറെ നാളെ ഇപ്പൊ 1 ആഴ്ച 2 ആഴ്ചയായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് തലവേദനയ്ക്ക്, പക്ഷെ എന്നിട്ടും കുറയുന്നില്ല എന്നാണെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും, ഡോക്ടറെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ മരുന്ന് എഴുതില്ല, പകരം MRIക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യും അല്ലെ. അങ്ങനെയല്ലേ ഉണ്ടാവുക? MRIക്ക് സജസ്റ്റ് ചെയ്യും. നേരെ എന്ത് ചെയ്യും, നമ്മള് MRI എടുക്കാനായിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും. സ്കാൻ ചെയ്തിട്ട് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർ അത് നോക്കിയിട്ട് എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ നമുക്ക് തരുന്നു. നമ്മൾ മരുന്ന് മേടിക്കുന്നു, വീട്ടില് തിരിച്ചു പോകുന്നു. ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ഈ ഒരു ക്രമം വരുന്നത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മനസ്സിലായി. ഓക്കെ. ഓക്കെ, ഇനി മാനേജ്മെന്റ് സ്ട്രക്ചർ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. മാനേജ്മെന്റ് സ്ട്രക്ചർ, ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അതായത് അവിടെ വരുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യണം, വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും വളരെ സ്മൂത്തും ആയിട്ട് എന്ത് ചെയ്യണം, ഡോക്ടർമാരെ കാണാനായിട്ട് സാധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കണം അവിടെയുള്ള മാനേജ്മെന്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് പെട്ടെന്ന് രോഗികൾക്ക് എന്താണ്, കുറേ സമയം എന്ത് ചെയ്യാൻ പാടില്ല, രോഗികളെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. രോഗികൾ വന്നു കഴിഞ്ഞാൽ ഒരു മിനിമം വെയിറ്റിംഗ് അവർക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഡോക്ടറെ കാണുകയും എന്താണ്, അവരെ അധികം മടുപ്പിക്കാത്ത തരത്തിൽ എന്താണ് മാനേജ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. അതായത് ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഒരു OPD നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ അവിടെ നിർബന്ധമായിട്ടും വേണം കേട്ടോ. ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ അവിടെ വേണം, അവിടെ നിർബന്ധമായിട്ടും വേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇനി പാർക്കിംഗ് ആണ് കേട്ടോ. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, OPDയിൽ എന്തായാലും പാർക്കിംഗ് വേണം. കാരണം ധാരാളം രോഗികളൊക്കെ വരുന്നതാണ്. അപ്പൊ വാഹനങ്ങളിലൊക്കെ ആയിരിക്കും അവർ വരിക. അപ്പോ ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം എവിടെ വേണം, OPDയുടെ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ 3 പോയിന്റ് ആണ് എന്ത്, മാനേജ്മെന്റ് സ്ട്രക്ചറിൽ വരുന്നത്. ഇനി ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD. എന്താണ് ഒരു ഓർഗനൈസേഷണൽ കമ്പോണന്റ്? അതായത് എന്തൊക്കെയാണ് ഒരു OPDയിൽ ഉണ്ടായിരിക്കേണ്ട സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. അതായത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് മെഡിക്കൽ സ്റ്റാഫ്. അതായത് മെഡിക്കൽ സ്റ്റാഫുകളാണ് ആ ഒരു ഓർഗനൈസേഷന്റെ സെൻട്രൽ ആയിട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകളെയാണ് സെൻട്രൽ ടു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ സ്റ്റാഫുകളെ എന്ത് പറയുന്നു, സെൻട്രൽ ടു ഓർഗനൈസേഷൻ എന്നാണ് പറയാം. ഇനി നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് നഴ്സസ് ആൻഡ് ANMS കേട്ടോ. നഴ്സസ് ആൻഡ് ANMS എന്ന് പറയുന്ന ആ ഒരു ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, നഴ്സിംഗ് സ്റ്റാഫ് ആണ്. ഇനി സബ് സർവീയന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG അവരെ പറയുന്നതാണ് എന്ത്, സബ് സർവീയന്റ് സ്റ്റാഫ് കേട്ടോ. റേഡിയോളജി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള്, അതുപോലെ തന്നെ ലബോറട്ടറി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, ECGയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, ഇവരൊക്കെ പറയുന്നത് സബ് സർവീയന്റ് സ്റ്റാഫ് എന്നാണ്. ഇനി ക്ലറിക്കൽ സ്റ്റാഫുകൾ അല്ലെ, അതായത് അവിടെ അത് ആ ഹോസ്പിറ്റലിലെ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ എന്താ പറയാ ടാലി, അതായത് കണക്കുകൂട്ടലുകളൊക്കെ നടത്തുന്ന, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഇപ്പൊ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസസ് അതൊക്കെ എന്താണ് കണക്ക് കൂട്ടി അതൊക്കെ ടാലി ചെയ്യാനായിട്ട് എന്താ ഉണ്ടാവും, അവിടെ എന്താണ് ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ടാവും അല്ലെ.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് സെൻട്രൽ ടു ഓർഗനൈസേഷൻ ആണ്. ഇനി നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് നഴ്സസ് ആൻഡ് ANMs ആണ്. ഇനി സബ് സർവീയന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG ആണ്. ഫോർത്ത് വൺ ഈസ് ക്ലറിക്കൽ സ്റ്റാഫ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഇതിനകത്ത് വരുന്നത് കേട്ടോ. മനസ്സിലായോ? ANMs പറഞ്ഞെന്താ? ANM ഞാൻ പറയാം കേട്ടോ, പറഞ്ഞുതരാം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ പ്രോബ്ലംസ് ഓഫ് OPD ആണ് കേട്ടോ. എന്താണ് ഒരു OPD പ്രോബ്ലംസ്? നമ്മള് ജനറൽ ആയിട്ട് കാണാറുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ആദ്യം തന്നെ ഇവിടെ പറയുന്നത് കേട്ടോ. ഒരു OPD എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? സാധാരണഗതിയിൽ ഒരു ഹോസ്പിറ്റലിലെ OPD ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ആദ്യം ജനറൽ പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. 2 പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന് ബിയില് കൊടുത്താൽ നോക്കിയ സ്പെസിഫിക് പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ട്, അതല്ല, ഇത് ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക കേട്ടോ. First one is insufficient number of doctors. It is found that there are a large number of patients waiting in front of the doctor's room. This is mainly due to insufficient number of doctors to serve as compared to the number of patients who arrive the clinic. അതായത് ഡോക്ടർമാരുടെ എണ്ണത്തിലെ അപര്യാപ്തത, അതായത് ഡോക്ടർമാരുടെ എണ്ണത്തിലെ കുറവാണ് എന്ത് പറയുന്നത് ആദ്യത്തെ ജനറൽ പ്രോബ്ലം ആയിട്ട് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത് കേട്ടോ. ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ്, അതാണ് ഫസ്റ്റ് ജനറൽ പ്രോബ്ലം എന്ന് പറയുന്നത് കേട്ടോ OPD. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അഥവാ ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ്. അതായത് കൂടുതലും പേഷ്യൻസും ഡോക്ടറുടെ റൂമിന് മുൻപിൽ കാത്തു നിൽക്കുന്നു. അതായത് ഒരു ലാർജ് നമ്പർ ഓഫ് ആളുകൾ അല്ലെങ്കിൽ എന്താണ് ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് വരുമ്പോഴെന്താണ് അവരെന്ത് ചെയ്യേണ്ടി വരുന്നു? ഡോക്ടർമാരൊക്കെ കുറവാണെങ്കിൽ എന്ത് ചെയ്യാണ് അവര്? ഇപ്പൊ 1-2 ഡോക്ടറൊക്കെയാണ് ഉള്ളതെങ്കിൽ അവരെന്താ ചെയ്യുക? ആ ഡോക്ടറെ കാണാനായിട്ട് ആ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിന് മുന്നിൽ എന്ത് ചെയ്യും? ക്യൂ നിൽക്കുക അല്ലെ? അല്ലെങ്കിൽ OPDക്ക് മുന്നിൽ എന്ത് ചെയ്യും? ക്യൂ നിൽക്കുകയാണ് ഉണ്ടാവുന്നത്. അതായത് ഈ ഡോക്ടർ അവിടെ എത്തുന്ന രോഗികൾ എന്ന് പറയുന്നത് അവിടെ എത്തുന്ന രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടല്ല, ആ റേഷ്യോയ്ക്ക് അനുസൃതമായിട്ടല്ല ഡോക്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു 100 പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ചിലപ്പോ എന്താണ് ഒരു 3 ഡോക്ടറോ 4 ഡോക്ടറോ ഒക്കെ നോക്കിയാൽ എന്താണ് ഏകദേശം എന്താണ് തിരക്കുകളൊന്നും അധികം ഉണ്ടാവില്ല. എന്നാൽ ഒരു 100 പേഷ്യൻസിനെ നോക്കാനായിട്ട് ഒരു ഡോക്ടറാണ് ഉള്ളതെങ്കിൽ എന്തോരം തിരക്കായിരിക്കും ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? അതായത് ഡോക്ടർമാർ 1-2 പേരുണ്ടാവുള്ളൂ. ചിലപ്പോ 10-500 പേര് എന്ത് വരും അവിടെ ചികിത്സയ്ക്കായിട്ട് വരും അല്ലെ? അപ്പൊ എന്താ അവിടെ അനുഭവപ്പെടുക? തിരക്കുണ്ടാവില്ലേ? ആളുകൾക്ക് മടുപ്പ് തോന്നില്ലേ? ചിലവർ തിരിച്ചു പോരില്ലേ? അപ്പൊ ഇതാണ്, അതായത് ഡോക്ടർമാരുടെ, അതായത് രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടല്ല OPDയില് ഡോക്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ് രോഗികളുടെ എണ്ണത്തെക്കാളും കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഇനി രണ്ടാമത്തേത് inappropriate appointment system. Appointment patient has no priority over non-appointment patients. This creates congestion in the clinic during the beginning of the day. അതായത് ഇൻഅപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള, അതായത് ഉചിതമല്ലാത്ത രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അതായത് അപ്പോയിന്റ്മെന്റ് എടുത്ത ഒരു രോഗിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത ഒരു പേഷ്യന്റിനേക്കാളും പ്രയോറിറ്റി ലഭിക്കുന്നില്ല എന്നാ പറയുന്നേ. അതായത് നമ്മളിപ്പോ ഡോക്ടറെ കാണാൻ വേണ്ടി തലേ ദിവസം ബുക്ക് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാര്യമുണ്ട് ഞാൻ പറയുന്നേ. ബുക്ക് ചെയ്തെന്ന് വിചാരിക്കാം. അവരോട് അവര് നമ്മളോട് പറയും ഇന്ന ടൈമിൽ ചെല്ലാനായിരിക്കും നമ്മളോട് പറയാം. അതനുസരിച്ച് ഇന്ന ടൈമിൽ ചെല്ലും. ഇന്ന ടൈമിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ ചെല്ലുന്ന സമയത്തായിരിക്കും ഇപ്പൊ അവര് നമ്മളോട് പറയാം. അതായത് ഡോക്ടർ ഉള്ളത് 1 മണി വരെ ആണെങ്കിൽ നമ്മൾ തലേ ദിവസം അവരോട് വിളിക്കുമ്പോൾ അവർ പറയും 11 മണിയാകുമ്പോൾ വന്നോളൂ എന്ന് പറയും. ഈ 11 മണിക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് അവരെന്ത് ചെയ്യുക? ഫയൽ എടുത്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ആ ഡോക്ടറെ കാണാൻ പറ്റുമോ? അപ്പോ
ഇല്ല. അവിടെ ഏത് പേഷ്യൻസ് ആണോ ആദ്യം വന്ന് ഫയൽ എടുത്ത് വെച്ചിരിക്കുന്നത് ആ പേഷ്യൻസിന് മാത്രമേ ആദ്യം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിലൂടെ അപ്പോയിന്റ്മെന്റ് നേരത്തെ എടുത്തു വെച്ച രോഗിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, നേരത്തെ ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുന്നില്ല, ഒരു പ്രയോറിറ്റിയും അവിടെ ലഭിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ തലേ ദിവസം വിളിച്ചിട്ട് പിറ്റേ ദിവസം ആ സമയത്ത് ചെന്ന് ആ സമയത്താണ് ഫയൽ എടുത്ത് വെക്കുന്നതെങ്കിൽ എന്താണ് അവിടെ എന്താണ് ഭയങ്കരമായിട്ടുള്ള തിരക്കുണ്ടാവില്ലേ? അപ്പൊ ഇങ്ങനെ എടുക്കാത്ത പേഷ്യൻസ്, അതായത് അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസ് ആണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴെന്താണ്, ഇപ്പൊ അവരിപ്പോ ഒരു രാവിലെ ഏർലി മോർണിംഗ് തന്നെ അവർ വന്നിട്ട് ഫയൽ എടുത്ത് വെക്കുകയാണെങ്കിൽ അവർക്കായിരിക്കും എന്ത് ചെയ്യുക, ആദ്യം ഡോക്ടറെ കാണാനായിട്ട് അവസരം ലഭിക്കുക. അപ്പൊ അപ്പോയിന്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്പോയിന്റ്മെന്റ് നടക്കാത്തത് കാരണം ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹോസ്പിറ്റലുകളിൽ എന്ത് അനുഭവപ്പെടുന്നു, തിരക്ക് അനുഭവപ്പെടുന്നതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. ആഫ്റ്റർ പേഷ്യൻസ് റിസീവ് ദ പ്രിസ്ക്രിപ്ഷൻ ഫ്രം ദ ക്ലിനിക് കൗണ്ടർ, പേഷ്യൻസ് ആർ directed to medicine room to remit the fee and receive the medicine. അതായത് നമ്മൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം നമ്മൾക്ക് മരുന്ന് എഴുതി തരുന്നു. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ വിചാരിക്കും ഇനിയെങ്കിലും നമുക്ക് വീട്ടിൽ പോവാലോ എന്ന്. പക്ഷെ നമ്മള് ഫാർമസിയിലേക്ക് ചെല്ലുമ്പോഴും അവിടെ എന്ത് തന്നെയാണ് ഉണ്ടാവുക, അവിടെ എന്താണ് തിരക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക അല്ലെ. നമ്മള് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ തിരിച്ചെത്താനായിട്ട് സാധിക്കുകയില്ല അല്ലെ. അപ്പോ മെഡിസിൻ റൂമിലായാലും അല്ലെ, നമ്മള് മെഡിസിൻ സ്വീകരിക്കുന്ന സ്ഥലത്തായാലും നമ്മള് കുറെ നേരം കാത്തു നിന്നിട്ടാണ് എന്ത് കിട്ടുക, നമുക്ക് മെഡിസിൻ കിട്ടുക അല്ലെ. അതായത് ഒരൊറ്റ ഫാർമസിയല്ലേ ഉണ്ടാവുള്ളൂ അല്ലെ, പല ഡിപ്പാർട്ട്മെന്റുകൾക്കായിട്ട് ഒരൊറ്റ ഫാർമസിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ആള് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു രോഗികളുടെ തിരക്കനുസരിച്ചിട്ട് എന്താണ് നമുക്ക് കിട്ടുന്ന മെഡിസിനിൽ എന്ത് ചെയ്യും, വൈകാണ് ഉണ്ടാവുക. അപ്പോ ഫീസ് അടച്ചിട്ടായാലും നമ്മൾ കുറെ നേരം എന്ത് ചെയ്യുന്നു, നമ്മള് കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ എവിടെ വരുന്നുണ്ട്, ഫാർമസിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് മൂന്നാമതായിട്ടുള്ള ജനറൽ പ്രോബ്ലംസിൽ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെ, ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ് പറഞ്ഞു. ഇനി ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നേരാവണ്ണം അല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. ഇനി നമ്മള് മെഡിസിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്ന, ഒരു ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, അത് പറഞ്ഞു കേട്ടോ. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. അതായത് ചില ഫെസിലിറ്റീസ്, ആശുപത്രികളിൽ ചില സൗകര്യങ്ങൾക്ക് ഷോർട്ടേജ് ഉണ്ടാവുക. അത് ഇതൊന്നും എടുത്തു പറയുന്നില്ല. ചിലപ്പോൾ ബാത്റൂം ഫെസിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ലാബിന്റെ ഫെസിലിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട MRI എടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ആരോഗ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടേണ്ട ഫെസിലിറ്റീസിന് ഷോർട്ടേജ് വരിക, അതും എന്ത് തന്നെയാണ്, ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ്. 4 പോയിന്റ്സ് ക്ലിയർ ആണോ? ഇനി ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലറ്ററി കെയർ. അതായത് ഇവിടെ പറയുന്നത് ആശുപത്രികളിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര പരിശീലനം ലഭിക്കാത്ത അവസ്ഥ. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പരിശീലനം, ട്രെയിനിങ് ആയിരിക്കില്ല അവർക്ക് ലഭിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലില് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാല് നമ്മളിപ്പോ അവിടെ ജോയിൻ ചെയ്തെന്നായിരിക്കാം, നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് നമുക്ക് തന്നില്ലെങ്കിൽ എന്താണ്, ആ ഒരു ട്രെയിനിങ്ങിന്റെ ആ ഒരു അപാകത പിന്നീടുള്ള അയാളുടെ ഒരു വർക്കില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് നമുക്കിപ്പോ ഫസ്റ്റ് തന്നെ എന്താണ്, ഏതൊരു ഇതിലായാലും നമുക്കൊരു 3 മാസം ഫസ്റ്റ് ട്രെയിനിങ് പീരീഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ചെന്നാലും എന്താണ്, ഫസ്റ്റ് ഒരു 3 മാസം നിങ്ങൾ ഇവിടെ ട്രെയിനറാണ്. കാരണം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുന്നേ ഉള്ളൂ അവിടത്തെ കേട്ടോ. അപ്പൊ അങ്ങനെ പഠിച്ചെടുക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ആ ഹോസ്പിറ്റലുകാർ തന്നില്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജോലി എന്ത് ചെയ്യും, അത് ബാധിക്കും അല്ലെ. അതായത് ആളുകൾക്ക് ഇപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം, അവിടെ സ്വീകരിക്കേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ടാവാം, നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നോളജ് അവർ തന്നില്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് മര്യാദക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ നിങ്ങൾ പകുതി വെച്ച് നിർത്തി പോവില്ലേ? ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്, അവിടെ ജോലി ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് എന്താണ് കാര്യമായിട്ടുള്ള എന്താ പറയാ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ, അങ്ങനെ കൊടുക്കാത്തതാണ് ജനറൽ പ്രോബ്ലം കേട്ടോ. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ എന്ത് ചെയ്യുന്നില്ല, ആശുപത്രികൾ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ജനറൽ പ്രോബ്ലം ആണ് കേട്ടോ ഇവിടെ. ഇങ്ങനെയുള്ള ആളുകൾ പുതുതായിട്ടൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കാത്തത്. ഓക്കെ, ട്രെയിനിങ് കൊടുക്കാത്തത്. ഇനി അടുത്തത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, പുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. അതായത് ഇവിടെ പറയുന്നത്, അതായത് പരിചരണത്തിലുള്ള കുറവ്, അതായത് രോഗികൾ വരുമ്പോൾ അവരെ പരിചരിക്കാനായിട്ടുള്ള മെന്റാലിറ്റി ഇല്ലാതിരിക്കുക, അതായത് അവരോട് വളരെ റഷായിട്ടൊക്കെ പെരുമാറുക, അതുപോലെ തന്നെ ആശയവിനിമയം നല്ല രീതിയിൽ നടത്താതിരിക്കുക. ഓക്കെ, അതായത് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ രോഗി പറയുന്നത് എന്താണെന്ന് അവിടുത്തെ സ്റ്റാഫുകൾക്കും ആ സ്റ്റാഫ് പറയുന്നത് എന്താണെന്ന് രോഗികൾക്കും മനസ്സിലാവുള്ളൂ. അല്ലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അത് സാധിക്കുമോ? ഇല്ല. അതായത് ആ രോഗി വരുന്നത് പലതരം വിഷമങ്ങളുമായിട്ടായിരിക്കും രോഗി വരുന്നത്. അവർക്ക് പറയാനായിട്ട് ധാരാളം കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരെ കേട്ടിരിക്കുക, അവർക്ക് കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ പൂവർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, രോഗികളുടെ ആവശ്യങ്ങള് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ്, അത് ഒരു ജനറൽ ആയിട്ടുള്ള പ്രോബ്ലം ആണെന്ത് OPD-യിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് അവിടെ വരുന്ന രോഗികൾ പിന്നെ അവസ്ഥയ്ക്ക് തിരിഞ്ഞു നോക്കില്ല, അല്ലെ? നല്ല രീതിയിലുള്ളൊരു എന്താ പറയാ കോപ്പറേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയർ അവരുടെ ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ എന്താണ്, രോഗികള് പേഷ്യൻസ് പിന്നെ ഹോസ്പിറ്റലിൽ തിരിഞ്ഞു നോക്കുവോ? ഇല്ല. അപ്പൊ ഗുഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ നല്ല രീതിയിൽ രോഗികളെ പരിചരിക്കുന്നത്, ഇതൊക്കെ എന്താണ്, നല്ലൊരു ഇതാണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, OPD-യിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതൊരു ജനറൽ പ്രോബ്ലം ആയിട്ട് ഇവിടെ മാറുന്നത്. അതായത് പൂവർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് രോഗികളുമായിട്ട് നടത്തുന്നത്, അല്ലെങ്കിൽ എന്താണ്, നല്ല രീതിയിലുള്ള ഒരു പരിചരണം അവർക്ക് കൊടുക്കുന്നില്ല, ഇന്നാഡിക്വേറ്റഡ് അവരുടെ ആവശ്യങ്ങള്, ഡിമാൻഡ് ചെയ്യുന്ന ആവശ്യങ്ങള് മര്യാദയ്ക്ക് മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ എന്താണ്, ഒരു പ്രോബ്ലം തന്നെ ആണ്. ഓക്കെ, ഇനി 7th പോയിന്റ് എന്ന് പറയുന്നത് an organizational structure geared to traditional preference and the needs of the providers. അതെന്താ പറയുന്നേ? an organizational structure geared to traditional preference and the needs of the providers. എന്താ അത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അറിഞ്ഞൂടല്ലേ? അതായത് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, എപ്പോഴും എന്താണ്, അതായത് നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറും എന്ന് പറയില്ലേ, കാലത്തിനനുസരിച്ച് നമ്മുടെ കോലം മാറും എന്ന് പറയില്ലേ, അതുപോലെ തന്നെ അതായത് ഹോസ്പിറ്റലുകൾ എന്താണ്, അതായത് ഓരോ വർഷവും എന്താണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, അല്ലെ? അപ്പൊ അങ്ങനെ വളരുമ്പോഴെന്താണ്, കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, ചേഞ്ചസ് കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹോസ്പിറ്റലുകൾക്ക് വളരാനായിട്ട് സാധിക്കുള്ളൂ. പേഷ്യൻസിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനും അവർക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനൊക്കെ എന്താണ്, ഹോസ്പിറ്റലുകളിലെ ചേഞ്ചസിലൂടെ സാധിക്കും. ഇപ്പൊ എന്താണ്, ധാരാളം മെഷീൻസ് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക, അതിലൂടെ രോഗികൾക്ക് നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുക, വിദേശത്ത് നിന്നുള്ള ഡോക്ടേഴ്സിനൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് കൊടുക്കുക. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് മോഡേൺ യുഗത്തിലല്ലേ, നമ്മുടെ ഇക്കാലത്ത് നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് ആണ്, അല്ലെ? റോബോട്ടിന്റെ സഹായത്തോടുകൂടി സർജറി ചെയ്യുന്നു, അതൊക്കെ എന്താണ്, പുതിയ പുതിയ ചേഞ്ചസ് ആണ്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങള് നടപ്പിലാക്കാത്ത ഹോസ്പിറ്റലുകളും എവിടെയുണ്ട്, നമ്മുടെ നാട്ടില് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിഫറൻസ് തെരഞ്ഞെടുക്കുന്നവര്, അതായത് പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ എപ്പോഴും ജീവിക്കുന്ന ആളുകള്, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ചില ഹോസ്പിറ്റൽ, ഇപ്പൊ നമ്മള് കുഗ്രാമങ്ങളിലൊക്കെ ചെന്നാല്, അല്ലെങ്കിൽ എന്താണ്, കുറച്ചും കൂടി എന്താണ് പറയാ, അത്ര വികസിതമല്ലാത്ത ഒരു ഏരിയയിൽ ചെന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില ഹോസ്പിറ്റലുകളിൽ എന്താണ്, ഇപ്പോഴും ടോക്കൺ സിസ്റ്റം ഒന്നും ഇല്ല, ഇപ്പോഴും ആളുകൾ ക്യൂ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഡോക്ടറെ കാണേണ്ട ഒരവസ്ഥയുണ്ട്. ഓക്കെ, ഇപ്പോഴും അവിടുത്തെ ഇതൊന്നും മാറിയിട്ടില്ല. ഒരു കമ്പ്യൂട്ടർ പോലും ഇല്ലാത്ത ചിലപ്പോൾ ഹോസ്പിറ്റലുകൾ ഉണ്ടാവാം. ഫയലുകളൊക്കെ എന്താണ് നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഓരോ റെക്കോർഡുകളൊക്കെ നോക്കിയെടുത്ത് കമ്പ്യൂട്ടർ ഒന്നും ഫീഡ് ചെയ്യാതെ നമ്മളിപ്പോ നമ്മുടെ അവർ ചിലപ്പോൾ ഒരു ചീട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ OP നമ്പർ അതിനകത്ത് ഉണ്ടാവും. ആ ചീട്ട് കൊടുത്തു കഴിയുമ്പോൾ അവര് നേരെ സ്റ്റോർ റൂമിൽ പോയിട്ട് നമ്മുടെ ഫയൽ എടുത്തിട്ട് വരും. ഓക്കെ,
ആ സാധനം ഒപ്പിച്ചിട്ട് നമ്മുടെ നഷ്ടപ്പെട്ടാൽ, ആ ഒരു കാർഡ് ഒ പി കാർഡ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ അവിടെ കാണാൻ പറ്റുമോ നമ്മള് ആ ഡോക്ടറെ? ഇല്ല. എന്തുകൊണ്ടാ? നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടോ ഫീഡ് ചെയ്ത് വെക്കാനായിട്ട്? സാധാരണ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, സാധാരണ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്, നമ്മളുടെ ജസ്റ്റ് ഒരു നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ പേരോ അടിച്ചു കൊടുത്താൽ എന്താണ്, നമ്മുടെ ഫയൽ അവിടെ ഓപ്പൺ ആയിട്ട് വരും അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പഴയ രീതിയിലുള്ള, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണ് അതൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ഈ ഒരു ഒ പി കാർഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നമ്മൾ പിന്നെ പോകേണ്ട ആവശ്യം വരില്ല. അപ്പൊ അതൊക്കെ എന്താണ്, പേഷ്യൻസിനെ കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു എന്താ പറയാ, പ്രോബ്ലം തന്നെയാണ്. അവിടെ തന്നെ ചില ആ ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഒക്കെ ഉണ്ടാവും, അവർക്ക് വേണമെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു പുതിയ രീതിയിൽ നമുക്കൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ എന്താണെന്ന് ഇതാക്കുക, അല്ലെങ്കിൽ എന്താണ് പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനായിട്ട് ചെയ്യാം. പക്ഷെ അവിടുത്തെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാതെ പഴയ രീതിയിൽ എപ്പോഴും പിന്തുടരുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എട്ടാമത്തേതെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ചേഞ്ച് കേട്ടോ. അതായത് മാറ്റത്തിനുള്ള പ്രതിരോധം. അതായത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വരുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാൽ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റലുകളെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാൽ എന്താണ്, അതിനുള്ള പ്രതിരോധ മാർഗങ്ങള് സ്വീകരിക്കുക എന്നുള്ളത്. ഇപ്പൊ എന്തെങ്കിലും യൂണിയനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അവരെന്ത് ചെയ്യും, ഈ ഒരു പുതിയ ഒരു കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതും എന്ത് തന്നെയാണ്, ജനറൽ ആയിട്ടുള്ളൊരു പ്രോബ്ലംസിൽ വരുന്നതാണ് കേട്ടോ. പുതിയതിനോട് താല്പര്യം ഇല്ലാതിരിക്കുക. ഓക്കെ, അതായത് പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ ഡെവലപ്മെന്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താണ്, അതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക. എപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ തുടരാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, അതായത് നമ്മുടെ ഇടയിലും എന്തുണ്ട്, ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളില്ലേ, അവരൊക്കെ എന്താണ്, അതായത് പാരമ്പര്യമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആളുകളാണ്. മാറ്റത്തിനോട് നേരാവണ്ണം എന്താണ് ഒത്തുചേർന്ന് പോകാതെ പഴയ രീതികൾ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ എന്താണ്, എപ്പോഴും അവർക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവില്ല അവിടെ. ഓക്കെ, അപ്പോ ഈ പേഷ്യന്റ്, അതായത് നമ്മുടെ ഈ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇത് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ജനറൽ പ്രോബ്ലംസ് വരുന്നത് കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഫസ്റ്റ് പോയിന്റ് എന്താ ജനറൽ പ്രോബ്ലംസില്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെ. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. പിന്നെ ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. പിന്നെ ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. പിന്നെ ഇൻസഫിഷ്യന്റ് ട്രെയിനിങ്. പിന്നെ സിക്സ്ത് പോയിന്റ് എന്തായിരുന്നു? പരിചരണത്തിന്റെ ഉള്ള കുറവ്. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ റെസിസ്റ്റൻസ് ചേഞ്ച് അല്ലേ, പ്രതിരോധം സ്വീകരിക്കും. ഓക്കെ. പിന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈപ്സ് ഓഫ് പേഷ്യന്റ് എത്ര തരത്തിൽ തിരിച്ചിട്ടുണ്ട്? ടൈപ്സ് ഓഫ് പേഷ്യന്റ് രണ്ടായിട്ട്, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസും. ഇനി പേഷ്യന്റ് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മള്? 3. ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, ഇനി മാനേജറിയൽ കൺസിഡറേഷൻ എന്തൊക്കെയാ വേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? പബ്ലിക് റിലേഷൻ, വാംത്ത്, റെസ്പെക്ട്, മിനിമം വെയിറ്റിംഗ്, ക്ലീൻലൈനസ്, ഗുഡ് ആംബിയൻസ്, ക്യാൻറ്റീൻ, പേഷ്യന്റ് ഹിയറിംഗ്, വെന്റിലേഷൻ, വാട്ടർ സപ്ലൈ, OPD ടൈമിംഗ്. ഓക്കെ, ഇനി OPD പ്രോസസ് എങ്ങനെയാണ്? അറൈവിംഗ് അറ്റ് OPD, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ, വെയിറ്റിംഗ് റൂം, കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ, ഇൻഷുറൻസ് ഓഫ്
മെഡ്കിറ്റ്, അറൈവിംഗ് അറ്റ് ഫാർമസി, ടോക്കൺ നമ്പർ, വെയിറ്റിംഗ്, കളക്ഷൻ ഓഫ് മെഡിക്കൽ, ഡിപ്പാർച്ചർ. അതില് കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ കഴിഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് വെച്ചിട്ട് അത്. പിന്നെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ അറൈവിംഗ് അറ്റ് ഫാർമസി, ടോക്കൺ നമ്പർ, വെയിറ്റിംഗ്, കളക്ഷൻ ഓഫ് ഡിപ്പാർച്ചർ. ഓക്കെ. ഇനി ഓർഗനൈസേഷണൽ കമ്പോണൻസിൽ എന്തൊക്കെയാ വരുന്നത്? മെഡിക്കൽ സ്റ്റാഫ് ആരാണ്? സെൻട്രൽ ടു സെൻട്രൽ ഓർഗനൈസേഷൻ. നഴ്സിംഗ് സ്റ്റാഫ് ആണെങ്കിലോ നഴ്സസ് ആൻഡ് എനിക്ക് തോന്നുന്നു ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്സ് ആണെന്ന് തോന്നണം കേട്ടോ. ഞാൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാം കേട്ടോ. സബ്സർവിയന്റ് സ്റ്റാഫിൽ ആരൊക്കെയാ വരുന്നത്? റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG അല്ലേ? പിന്നെ ക്ലറിക്കൽ സ്റ്റാഫ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ വായിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു.